നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തെ അമ്പാടും ഞെട്ടിച്ച അല്ലെങ്കിൽ കോട്ടയത്തെ ഞെട്ടിച്ച ഒരു അതിക്രൂരമായ കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം കോട്ടയം തിരുവാതുക്കലിൽ നടന്നത്. തിരുവാതുക്കൽ ശ്രീവത്സത്തിൽ വിജയകുമാറും ഭാര്യ മീരയുമാണ് അതിക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടത്. ഈ കൊലപാതക കേസിൽ പ്രതിയെ 24 മണിക്കൂർ, സംഭവം പുറത്തിറങ്ങി 24 മണിക്കൂർ തികയും മുമ്പ് കോട്ടയം പോലീസ് സാഹസികമായ രീതിയിൽ, അത്ര ബുദ്ധിപരമായ രീതിയിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇയാളെ തൃശ്ശൂരിൽ നിന്നാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ജില്ലാ പോലീസിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്ന് തന്നെ നമുക്ക് പറയാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയാണ് ഈ കൊല്ലപ്പെട്ട വിജയകുമാർ വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തി അദ്ദേഹം ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാൻ കിടക്കുന്നു. ഏതാണ്ട് അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ അസാം സ്വദേശി അതിക്രൂരമായ രീതിയിൽ ഈ കുടുംബത്തിലെ രണ്ടുപേരെയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്നത്. ഈ സംഭവം പുറത്തറിയുന്നതാകട്ടെ പിറ്റേ ദിവസം പുലർച്ചെ 8:45 ഈ വീട്ടിലെ ജീവനക്കാരി, ജോലിക്കാരി വീട്ടിലെത്തുമ്പോൾ മാത്രമാണ്. സംഭവം അറിഞ്ഞ് 9:15 മാത്രമാണ് കോട്ടയം വെസ്റ്റ് പോലീസിലെ ഉദ്യോഗസ്ഥർ ആദ്യമായി ഈ വീട്ടിൽ എത്തുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസമായ ഇന്ന്, ഈ ബുധനാഴ്ച രാവിലെ 8 മണിക്ക് മുൻപ് തന്നെ പ്രതിയെ തൃശ്ശൂരിൽ നിന്നും പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ കൊലപാതകം നടന്ന് പുറത്തറിയാൻ മണിക്കൂറുകൾ ഓളം വേണ്ടി വന്ന ഒരു കേസിൽ, ആ കേസിൽ പുറത്ത് സംഭവം അറിഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ്, ഏതാണ്ട് നേരത്തോട് നേരം എന്ന് പറയുന്ന സമയം കഴിയുന്നതിന് മുൻപ് തന്നെ പ്രതിയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ നമുക്ക് ആദ്യം തന്നെ അഭിനന്ദിക്കേണ്ടത് ഈ അസം സ്വദേശിയായ അമിത്തിനെ പിടികൂടിയ കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അദ്ദേഹത്തെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പോലീസിന്റെ മികച്ച ഒരു ടീമാണ് ഈ ഒരു സംഭവത്തിൽ പ്രതിയെ തൃശ്ശൂരിൽ നിന്ന് രാത്രി ഒരൊറ്റ രാത്രി കൊണ്ട് മാത്രം പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ SHO KR പ്രശാന്ത് കുമാർ, അദ്ദേഹമാണ് ഈ ടീമിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. കോട്ടയം DYSP KG അനീഷിന്റെ മേൽനോട്ടത്തിൽ കോട്ടയം വെസ്റ്റ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KR പ്രശാന്ത് കുമാറാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹമാണ് ഈ കേസിന്, ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടയം ഈസ്റ്റ് CI, കോട്ടയം ഈസ്റ്റ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ U ശ്രീജിത്ത്, കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ T ശ്രീജിത്ത് എന്നിവരടങ്ങുന്ന സംഘം, ഒപ്പം വെസ്റ്റിലെ SI വിദ്യയും അതുപോലെ തന്നെ കോട്ടയം ഗാന്ധിനഗറിലെ SI അനുരാജും അടങ്ങുന്ന ഏതാണ്ട് 15ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും, 10ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ബാക്കി SIമാരും CIമാരും അടങ്ങുന്ന 15ഓളം വരുന്ന സംഘമാണ് കഴിഞ്ഞ 24 മണിക്കൂറിലേറെയായി ഉറക്കമളച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് എന്ന് പറയുന്ന രീതിയിൽ ഈ സംഭവത്തിന് പുറകെ നടക്കുന്നത്. നമുക്കറിയാം, സൈബർ സെൽ, കോട്ടയം ജില്ലയിലെ സൈബർ സെൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന സൈബർ സെല്ലാണ്. ആ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ് ഈ കൊലപാതകി, ഈ അമിത് എന്ന് പറയുന്ന ക്രൂരനായ കൊലപാതകി തട്ടിയെടുത്തുകൊണ്ടുപോയ ഫോണിന്റെ ഗൂഗിൾ അതുപോലെ ജിമെയിൽ അടക്കമുള്ളവ ട്രാക്ക് ചെയ്തുകൊണ്ട് കൃത്യമായി പ്രതി പോകുന്ന സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഈ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ജില്ലാ പോലീസിലെ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. ഇത്തരം ഒരു ക്രൂരമായ കൊലപാതകം നമുക്ക് ഒരു കാരണവശാലും ഇയാൾ കൃത്യമായ ആസൂത്രണം നടത്തി ഗൂഢാലോചന നടത്തിക്കൊണ്ട് നടത്തുന്ന, ഇയാളുടെ മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു കൊലപാതകത്തെ തടയുക എന്ന് പറയുന്നത് പ്രായോഗികമായതല്ല. നമുക്കിപ്പോൾ അറിയാം, ഈ വിജയകുമാറും ഭാര്യയും അടക്കമുള്ളവർ അതിസുരക്ഷിതമായ രീതിയിൽ 5000ഓളം വരുന്ന സ്ക്വയർ ഫീറ്റ് വീടിനുള്ളിൽ ക്യാമറ സംവിധാനങ്ങളുടെ സുരക്ഷ ഉണ്ടെന്ന് കരുതിയാണ് അവർ കിടന്നിരുന്നത്. ആ ഒരു മുറിക്കുള്ളിൽ, ആ ഒരു വീടിനുള്ളിൽ കടന്നു കയറിയാണ് രണ്ടുപേരെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസിന്റെ അതീവ ജാഗ്രത ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ സംഭവത്തിലെ പ്രതിയെ പിടികൂടുന്നതോടുകൂടി നമുക്ക് വ്യക്തമാകുന്നത്. ഈ കേരള പോലീസിന്റെ, കോട്ടയം ജില്ലാ പോലീസിന്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു കേസായി തന്നെ ഇത് മാറും എന്ന് നമുക്കും പ്രത്യാശിക്കാം. കോട്ടയത്തു നിന്നും ടീം ജാഗ്രത.